ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് അതായത് ക്ലോസറ്റ് കാര്യങ്ങൾ ഫ്ലോർ മൗണ്ടർ അതായത് നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യമേ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഇടുന്നതിനുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മളിവിടെ ക്ലോസറ്റ് വെക്കാൻ ഇവിടെയാണ് നമ്മൾ പൊസിഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഭിത്തിയിൽ നിന്ന് 300 mm അതായത് 30 സെൻറ്റിമീറ്റർ അതിൻ്റെ ഔട്ട്ലെറ്റ് 4 ഇഞ്ച് ഔട്ട്ലെറ്റ് വരുന്ന ക്ലോസറ്റ് ഉറപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ അതാണ് തീരുമാനിക്കേണ്ടത്. അതിനുശേഷം പൈപ്പ് നമ്മൾ ഇടേണ്ടതാണ്. അപ്പോൾ അത് എത്ര ടൈല് കനം കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം എത്രയായിരിക്കണം നമുക്ക് ഫിനിഷിങ് കിട്ടേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു 300 mm ക്ലോസറ്റ്, 200 mm ക്ലോസറ്റ് അങ്ങനെ വരുന്നുണ്ട്, 220. ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 300 mm ക്ലോസറ്റാണ്. അതായത് ഭിത്തിയിൽ നിന്നും ഈ പറയുന്ന പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് 300 mm ആണ് വരുന്നത്. അത് 300 mm എന്ന് ഉദ്ദേശിച്ചാൽ 30 സെൻറ്റിമീറ്റർ കണ്ട ആ 30 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 30 കഴിഞ്ഞിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 30 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് വീണ്ടും ഒരു 2 സെൻറ്റിമീറ്റർ കൂടി നമ്മളിത് കൂട്ടിയിട്ടിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്നതിന് മുന്നാണ് നമ്മൾ ഈ പൈപ്പ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഫ്ലോറിൽ ഉറപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ടൈൽസിൻ്റെ കനം അതുകൂടി നമ്മൾ എടുത്തിരിക്കണം. ടൈൽസിൻ്റെ കനം കൂടി എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്ലോസറ്റ് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് കയറാതെ വരും. അപ്പോൾ കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ ടൈൽസിൻ്റെ കനം നമ്മൾ ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററാണ് ഏറ്റവും കൂടി വന്നാൽ സാധാരണ ഉണ്ടാവാറ്. 1.5 സെൻറ്റിമീറ്ററൊക്കെയാണ് നോർമൽ ലെവലിൽ വരുന്നത്. ആ 1.5 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ 2 സെൻറ്റിമീറ്റർ ഇടണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നമ്മൾ ടൈൽസ് കനം ഇട്ടതിന് ശേഷം ബാക്കി 2 സെൻറ്റിമീറ്റർ കൂട്ടി 30 എന്ന് പറയുന്ന സെൻറ്റിമീറ്ററിൽ നിന്നും വീണ്ടും ഒരു 2 സെൻറ്റിമീറ്റർ കൂട്ടി പൈപ്പിൻ്റെ സെൻറ്റർ ഭിത്തിയിൽ നിന്നും പൈപ്പിൻ്റെ സെൻറ്റർ 32 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ 32 സെൻറ്റിമീറ്റർ ഇട്ടതിന് ശേഷം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പറയുന്ന പൈപ്പ് അതായത് 4 ഇഞ്ച് പൈപ്പ് ഔട്ട് പോകുന്നുണ്ട്. ഈ 4 ഇഞ്ച് പൈപ്പ് നമ്മൾ കറക്റ്റായിട്ട് കോൺക്രീറ്റ് വെച്ച് ഉറപ്പിച്ചിട്ട് വേണം ക്ലിയർ ചെയ്തിട്ട് പോകാനായിട്ട്. അതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറയുന്ന ടൈൽസ് ഒട്ടിക്കാനും കാര്യങ്ങളും കൊടുക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ കറക്റ്റായിട്ട് ഈ പൈപ്പ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മെഷർമെൻറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ക്ലോസറ്റ് അത് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നമുക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഒന്നല്ലെങ്കിൽ ഭിത്തിയിലേക്ക് ഭയങ്കരമായിട്ട് അടുത്തു പോകും. അതായത് അതിൻ്റെ ഔട്ട്ലെറ്റ് 4 ഇഞ്ച് ഔട്ട്ലെറ്റ് അതായത് ക്ലോസറ്റിൻ്റെ അടിയിൽ വരുന്ന ഔട്ട്ലെറ്റ് ഈ പൈപ്പിലേക്ക് ഇറങ്ങാതെ വരും. കാരണം ബാക്ക് പോയി അതായത് ക്ലോസറ്റിൻ്റെ ബാക്ക് പോയി മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഭിത്തിയിൽ നിന്ന് ഒരുപാട് അകലയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു മെഷർമെൻറ്റ് ഏതുള്ള ക്ലോസറ്റ് ഏതാണെന്ന് ആദ്യം തീരുമാനിക്കണം. അതിനുശേഷം നമ്മൾ എത്ര സെൻറ്റിമീറ്ററാണ് ടൈൽസ് കനം വരുന്നത്. നോർമൽ ലെവലിൽ 1.5 സെൻറ്റിമീറ്ററാണ്. മാക്സിമം നമുക്ക് 2 സെൻറ്റിമീറ്റർ വരെ കൊടുക്കാം. 2 സെൻറ്റിമീറ്റർ വരെ കൊടുത്തതിന് ശേഷം ബാക്കി ഏതാണ് ക്ലോസറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിൽ 30 സെൻറ്റിമീറ്ററിൻ്റെയാണ് നമ്മളെടുത്ത് 300 mm അങ്ങനെയാണ് അതിൻ്റെ നോർമൽ ലെവൽ കണക്ക് വരുന്നത്. 30 സെൻറ്റിമീറ്റർ 30 + 2 സെൻറ്റിമീറ്റർ 32 സെൻറ്റിമീറ്റർ അത് ഭിത്തിയിൽ നിന്ന് മാറ്റി ക്ലിയർ ചെയ്തിട്ട് കോൺക്രീറ്റിൽ ഉറപ്പിച്ചിട്ട് വേണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷിങ് വരുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ക്ലോസറ്റ് കാര്യങ്ങൾ പിടിപ്പിച്ച് പോകാൻ സാധിക്കും. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്ലോർ മൗണ്ടറാണ്. അതായത് താഴെ ഉറപ്പിക്കുന്ന ക്ലോസറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ചെയ്യാനുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.